ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് എനർജിയാണ്. എന്താണ് ഈ ഒരു സമയം അവരുടെ സിറ്റുവേഷൻ, എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. എപ്പോൾ കണ്ടാലും റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നത് മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ കാര്യത്തിൽ നമുക്ക് വന്നിരിക്കുന്നത് കാർഡ്സ്, നമുക്ക് വന്നിരിക്കുന്നത് 5 കാർഡ്സാണ് താഴെ വീണിരിക്കുന്നത്. നമുക്കിവിടെ നിങ്ങളുടെ എനർജിയും കൂടെ ഒന്ന് എടുത്തു നോക്കാം. ഇതിലെന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇനി നിങ്ങളുടെ എനർജിയും കൂടെ ഒന്ന് നോക്കാം. ഇതിൻ്റെ പിന്നിൽ എന്താണ് അവസ്ഥ, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഹാങ്ഡ് മാൻ, ഡബിൾ എനർജി വന്നിരിക്കുന്ന, സ്റ്റാർ കാർഡ് വന്നിരിക്കുന്ന, അതേപോലെ 9 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്, 3 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. ഇവിടെ 9 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ എനർജി. ഇനി നിങ്ങളുടെ വ്യക്തിയുടെ ഇതിൽ ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് വന്നിരിക്കുന്നത് 2 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. എന്നാൽ നിങ്ങളുടെ കാര്യത്തിൽ ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് വന്നിരിക്കുന്നത് 2 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. നമുക്ക് കണ്ടില്ലേ? അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തി ബാലൻസ് ചെയ്യാനായിട്ടാണ് ഇവിടെ നിങ്ങളുടെ വ്യക്തി ബാലൻസ് വേണം, ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് വേണം എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ ഒരു ബാലൻസ് കൊണ്ടുവരണം. എന്നാൽ നിങ്ങൾ ചിന്തിക്കുന്നത്, ഇവിടെ നിങ്ങളാണെങ്കിൽ ഈ വ്യക്തിയുടെ കാര്യത്തിൽ നിങ്ങളുടെ ഒരു തീരുമാനം എന്ന് പറയുന്നത്, നിങ്ങൾ ആലോചിക്കുകയാണ് ഇപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പ് എന്തൊക്കെ ബാലൻസിലേക്ക് വന്നാലും ഇതെന്തായി തീരും, ബാലൻസിലേക്ക് വന്നാലും ഇത് വീണ്ടും ഈ ഒരു കണക്ഷൻ പഴയതുപോലെ ആകുമോ എന്നുള്ളതാണ് നിങ്ങളും ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുകയാണ് ഈ വ്യക്തിയെ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുകയാണ്. എന്നാൽ നിങ്ങളുടെ വ്യക്തിയാണെങ്കിൽ ഇതിലൊരു ബാലൻസ് വേണോ എന്നുള്ളത് നിങ്ങളുടെ വ്യക്തി തീരുമാനിക്കുന്നുണ്ട്, നിങ്ങൾ ആലോചിക്കുകയാണ് അപ്പോഴും. കാരണം നമുക്കറിയാം, ആദ്യം തന്നെ കിട്ടിയത് പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അവർക്ക് നിങ്ങളുടെ ബന്ധം നിലനിർത്തി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി. പക്ഷേ എന്നിരുന്നാലും നമുക്ക് കാണാം ആ ഒരു 10 ഓഫ് ഷോർട്സിൻ്റെ എനർജി വന്ന് കയറിയിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് ആ ഒരു 10 ഓഫ് ഷോർട്സ് വന്ന് കയറിയത് തന്നെ അവരിപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അവർ നിലനിർത്തി കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നത് തന്നെ ഇന്നിപ്പോൾ അവരൊരുപാട് അനുഭവിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിച്ചതുപോലെയല്ല അവരുടെ ജീവിതം, ഒരുപാട് തകർച്ച അനുഭവിക്കുന്നുണ്ട്. ഒരുപാട് മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ, കുറ്റപ്പെടുത്തലുകൾ എല്ലാം ഈ വ്യക്തി ഇന്ന് അനുഭവിക്കുന്നതായിട്ടാണ്. ഈ ഒരു സമയം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊന്നും അവർ കാണിക്കുന്നില്ല. നമുക്ക് കാണാം ആ ഒരു 9 ഓഫ് കപ്സിൻ്റെ എനർജി. 4 ആളെ മുമ്പിൽ അവർ ഓക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങളെ മുമ്പിൽ പോലും അവർ ഓക്കെയാണ് എന്നാണ് അവർ കാണിക്കുന്നത്. പക്ഷെ അവർ ഒരുപാട് ഹൃദയവേദന അനുഭവിക്കുന്നുമുണ്ട്. പക്ഷെ അതൊന്നും അവർ പുറത്ത് കാണിക്കുന്നില്ല. പക്ഷെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഈ വ്യക്തിക്ക് ഉത്തരവാദിത്തം കൂടിയൊരു വ്യക്തി ആയതുകൊണ്ടും അവരുടെ ജീവിതത്തിൽ കുറേ റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും അവർക്ക് കുറേ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളുള്ളതുകൊണ്ടും ഫാമിലി ചിലപ്പോൾ അവർ അംഗീകരിക്കുന്നത് കൊണ്ടും മറ്റ് ആൾക്കാരെ അല്ലെങ്കിൽ സൊസൈറ്റി ഉള്ളതുകൊണ്ടും അങ്ങനെയൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടിലായതുകൊണ്ടും ആൾക്ക് ഇതൊന്നും അടക്കി വെക്കേണ്ട ഒരവസ്ഥ, അല്ലെങ്കിൽ ഇതൊന്നും തുറന്ന് കാണിക്കാൻ പറ്റാത്തൊരവസ്ഥ. നിങ്ങളുടെ മുമ്പിൽ പോലും ആൾക്ക് ഇതൊന്നും കാണിക്കാതെ ആളൊരു മുഖം മൂടിയിട്ട് ഒരു മാസ്ക് ഇട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണ്. എന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പോഴും ഒരു സ്റ്റക്കാണ്. നിങ്ങൾക്ക് എന്ത് തീരുമാനിക്കണം, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഈ ഒരു റിലേഷൻഷിപ്പ് വേണോ, ഈ റിലേഷൻഷിപ്പിൽ വന്നിട്ട് എനിക്കൊരു പ്രയോജനം ഉണ്ടോയെന്ന് ചോദിച്ചെങ്കിൽ ഉണ്ട്, എന്നാൽ ഇല്ലേ എന്ന് ചോദിച്ചെങ്കിൽ ഇല്ല. ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളുള്ളത്. കാരണം ഈ വ്യക്തിയുടെ ഒരു സ്വഭാവ രീതികൾ കൊണ്ടായിരിക്കാം, ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഈ പെരുമാറ്റം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ മുമ്പിൽ മുഖം മൂടിയിട്ട് നിൽക്കുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾക്കൊന്നും ഒരു തീരുമാനം എത്താൻ പറ്റുന്നില്ല. കാരണം നമുക്ക് കാണാം ഒരു ഡബിൾ എനർജി. നിങ്ങളെ സംബന്ധിച്ച്
നിങ്ങൾക്ക് ഇതിൽ നിന്ന് പിന്മാറാനും സാധിക്കുന്നില്ല, എന്നൊട്ടും നിങ്ങൾക്ക് പിന്മാറാതിരിക്കാനും വയ്യ. എന്ത് ചെയ്യണം എന്നുള്ള ഒന്നറിയാൻ പറ്റാതെ നിങ്ങൾ ആകെ സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത്. മനസ്സിനുള്ളിലൊരു പ്രതീക്ഷ നിങ്ങൾ വെക്കുന്നുണ്ട്, പക്ഷെ വെച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോഴും ആ ഒരു സ്റ്റക്ക് നിങ്ങളെ വീണ്ടും വീണ്ടും അതിലേക്ക് തന്നെ വീണ്ടും വീണ്ടും അകപ്പെടുത്തുന്നതായിട്ട്, നിങ്ങളുടെ വ്യക്തിയിൽ തന്നെ നിങ്ങളെ ഇങ്ങനെ വീണ്ടും വീണ്ടും നിങ്ങൾ എത്രയൊക്കെ മാറണമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറേ കഴിവുകളൊക്കെ ഉള്ള വ്യക്തികളാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ജീവിത ശൈലിയിലോട്ട് മാറണം, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഇരുന്നാൽ പറ്റില്ല, ഈ ഒരു കണക്ഷനിലോട്ട് തന്നെ ഇരുന്നാൽ ശരിയാവില്ല, നിങ്ങൾക്ക് ഫ്യൂച്ചർ ഉണ്ട്, നിങ്ങൾക്ക് കരിയർ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് എല്ലാം ശ്രദ്ധിച്ച് നിങ്ങളൊരു എന്താ പറയുക, നിങ്ങൾക്ക് നിങ്ങളുടേതായ സമൂഹത്തിൽ വിലയും നിലയും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായ കഴിവൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മാത്രം പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല എന്നുള്ള ഒരു മാറ്റമായിരിക്കാം നിങ്ങളുടേത്. പക്ഷേ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ സ്വപ്നങ്ങളുണ്ട്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്കിടയിൽ നിങ്ങൾ ഒരുപാട് സ്വപ്നം കാണുന്നവരാണ്. വലിയ വലിയ എന്താ പറയുക, വലിയ വലിയ സ്വപ്നങ്ങൾ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് എല്ലാം നേടിയെടുക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ട്. നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യത്തിലായാലും നിങ്ങളുടെ ഇപ്പോഴത്തെ പഠന കാര്യത്തിലായാലും നിങ്ങൾ അതിനൊക്കെ നിങ്ങൾ മികച്ച രീതിയിൽ നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ നിങ്ങൾക്കുള്ളിൽ ഒരുപാട് സ്വപ്നങ്ങളുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്താണോ ജോലി, നിങ്ങൾ എന്ത് ജോലി ചെയ്താലും അതിലൊക്കെ നല്ലൊരു മാറ്റം വരുത്തി മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഈ കണക്ഷൻ നിങ്ങൾക്കത് വേണം എന്ന വേണ്ട, പക്ഷെ അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കിടക്കാനും സാധിക്കുന്നില്ല. നിങ്ങളുടെ ഫാമിലി പോലും നിങ്ങളിപ്പോൾ എതിർക്കുന്നുണ്ടാവും. ഫാമിലി ചില സാഹചര്യത്തിൽ നിങ്ങളോടൊപ്പം ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ചില കാര്യത്തിനൊന്നും നിങ്ങളുടെ അടുത്ത് സപ്പോർട്ടായിട്ട് അവർ നിൽക്കുന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഫാമിലിക്ക് നിങ്ങളോടൊപ്പം നിൽക്കുന്നത് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ അതിജീവിക്കാനാണ് ഫാമിലി നിൽക്കുന്നത്. പക്ഷേ നിങ്ങളതൊന്നും കേൾക്കാതെ നിങ്ങൾ വീണ്ടും വീണ്ടും ഈ ഒരു സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങളിങ്ങനെ പോകുന്നത്. ഫാമിലി ചിലപ്പോൾ നിങ്ങളെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. ഫാമിലി ചിലപ്പോൾ പ്രപ്പോസലൊക്കെ കൊണ്ടുവരുന്നുണ്ടാവും നിങ്ങളുടെ മുമ്പിൽ. അല്ല എന്നുണ്ടെങ്കിൽ ജനറലാണ് ഒരുപാട് പേരുടെ എനർജി നമുക്ക് കയറി വരുന്നുണ്ട്. ഇപ്പോൾ പ്രപ്പോസൽ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ ജീവിത ശൈലിയിലോട്ട് ഫാമിലി ഒരുമിച്ച് നിന്ന് നിങ്ങളെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്രയും ആ ഒരു വിഷമം ഇല്ലാത്തത്. പക്ഷെ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിൽ ശരി, നിങ്ങളോടൊപ്പം ഇപ്പോൾ ഫാമിലി ഉണ്ട്, നിങ്ങൾക്ക് എല്ലാം ഉണ്ട് എന്നിരിക്കുക, എന്നാലും നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ വ്യക്തിയെ ശരിയാക്കി, ഈ വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിൽ തന്നെ നിങ്ങളെ ആ ഒരു കുഴിയിൽ തന്നെ നിങ്ങളെ വീണ്ടും വീണ്ടും ചെന്ന് എത്തിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തു പറയാം, നിങ്ങളുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഒന്ന്, നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ കരിയർ പ്രകാരം നിങ്ങൾ അതിലേക്ക് ഫോക്കസ് കൊടുത്ത് നല്ലൊരു നിലയിൽ എത്തണമെന്നുള്ള ഒരു ഗോൾ, നിങ്ങൾ അത് സ്വന്തമാക്കാനാണ് പരിശ്രമിക്കുന്നത്. പിന്നൊന്ന്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓക്കെ ആയി കിട്ടണം. ഈ ഒരു ചിന്തയിലാണ് നിങ്ങളുള്ളത്. ഇത് ശരിയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. എന്നാൽ നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയും നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെയുമാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി എന്താണ് നിങ്ങളുടെ ജീവിത ഈ ഒരു റീഡിംഗ് പ്രകാരം ഇനി എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന എനർജിയാണ് നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചറിൽ വരുന്നത്. നമുക്ക് കാണാം 7 ഓഫ് പെൻറ്റിക്കിൾസ്. അതെ, ഈ വ്യക്തി നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെ തീരുമാനിച്ച ആൾ വരും. കാരണം അവർക്ക് നിങ്ങളെ വേണം. നിങ്ങളില്ലാതെ ആളൊരു ബാലൻസ്, ഞാൻ പറഞ്ഞല്ലേ, ആളുടെ ലൈഫിൽ ഒരു ബാലൻസ് കൊണ്ടുവരണമെന്നുള്ള നിഗമനത്തിലാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത്. പക്ഷെ നിങ്ങൾക്കിടയിൽ നമുക്ക് കാണാം മൂണാണ്. അപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ശക്തമായ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇതിന് പിന്നിലുണ്ട്. ഈ ഒരു കണക്ഷന് പിന്നിൽ മറ്റുള്ളവരുടെ ഇടപെടലും കാര്യങ്ങളും ഉണ്ട്. ഈ വ്യക്തി എന്തോ ഒരു വിഷമം അനുഭവിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഈ വ്യക്തി നല്ല ഒരു വിഷമം അനുഭവിക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ചിട്ടാണ് ആൾ നിങ്ങളിലേക്ക് തന്നെ നിങ്ങളെ വേണം എന്നുള്ള ആ ഒരു രീതി മാറ്റിവെച്ച്, കാരണം അവരൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് വേണ്ടി. കാരണം
നമുക്ക് കാണാം ആ ഒരു 3 ഓഫ് വാൺസിൻ്റെ എനർജി. അവരൊരു തീരുമാനം ഉറപ്പിച്ച് അവരവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവർക്കത് നിങ്ങളെ സ്വന്തമാക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടി അവർ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് നമുക്ക് ഇതിൽ നിന്നും അവരിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. നിങ്ങളിലേക്ക് വരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ്. കാരണം അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നുള്ള ഒരു കുറ്റബോധം, ആ ഒരു വിഷമവും ഫീലിങ്സും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നുള്ള എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ എനർജി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി ഭാവിയിൽ നിങ്ങളുടെ എനർജിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ 5 ഓഫ് ഹാങ്ഡ് മാൻ എനർജി, ഫുൾ എനർജി വന്നിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ എനർജി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടം നിങ്ങളുടെ വ്യക്തിയുടെ അടുത്തുണ്ട്. ഇനി ആ ഇഷ്ടത്തിനൊന്നും നിങ്ങൾക്കൊരു കുറവുമില്ല, എന്നാലും നിങ്ങൾ സ്റ്റക്കാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിനായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഒരു മനസ്സിനൊരു ഒരു ഇത് കിട്ടത്തില്ല. കാരണം നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു വേദന അനുഭവിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് തീരുന്നില്ല. നിങ്ങൾ അത്രയും ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ കടന്നു പോയതുകൊണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു സ്റ്റക്ക് വരുന്നത്. ഭാവിയിൽ എന്നാലും ഈ വ്യക്തി തിരിച്ചു വരുമ്പോഴും നിങ്ങളുടെ മനസ്സ് സന്തോഷത്തിലല്ല. നിങ്ങളുടെ മനസ്സിൽ പല പല ചിന്തകളെ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ആ ഒരു മൈൻഡിലായിരിക്കും ഉള്ളത്. നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് റിയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്, ന്യൂ ബിഗിനിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ വ്യക്തി തിരികെ വരണമെന്നുള്ള ഒരു ചിന്തയിലാണ്. എങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ സ്റ്റക്കായിരിക്കും. ഈ വ്യക്തി തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങളൊരു സ്റ്റക്കായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തി വന്നു കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു പോയി നിങ്ങളെ വീണ്ടും ആ പഴയ അവസ്ഥ നിങ്ങളിലേക്ക് വരുമോ എന്നുള്ള അത് ആലോചിച്ചായിരിക്കാം നിങ്ങളിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വ്യക്തി വരാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ വ്യക്തി തിരിച്ചു വരുന്ന സമയത്ത് പോലും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആ ഒരു സന്തോഷിക്കാൻ നിങ്ങൾക്ക് ചില സാഹചര്യത്തിൽ പറ്റണമെന്നില്ല. മനസ്സുകൊണ്ട് നിങ്ങൾ വരണം എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ട്, എന്നാൽ അതിലേക്കുള്ള ഒരു വേദന എന്താ പറഞ്ഞാൽ ആ ഒരു അത്ര ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അത്രയും പെയിന് നിങ്ങൾ അനുഭവിച്ചത് കൊണ്ട് തന്നെ ഈ വ്യക്തി തിരികെ വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഭയം കയറി വരും. അത് നിങ്ങളെ സ്റ്റക്കാക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ വ്യക്തി തിരികെ വരാനൊക്കെ അപ്പോൾ ഇവിടെ മാസ്റ്റർ ഡെക്കായിട്ട് കിട്ടിയിരിക്കുന്നത് ഇത് ഓക്കെ ആയി വരും എന്നാണ് കേട്ടോ. കാരണം ഈ വ്യക്തിയുമായിട്ട് നിങ്ങളുടെ ആഗ്രഹപ്രകാരം തന്നെ ഈ റിലേഷൻഷിപ്പ് ഇതിലൊരു ഹോപ്പ് ഉണ്ട്, ഇതിലൊരു പ്രതീക്ഷ വയ്ക്കാം എന്നാണ് നമുക്ക് മാസ്റ്റർ ഡെക്കായിട്ട് യൂണിവേഴ്സ് തരുന്ന ഒരു മെസ്സേജ്. പ്രതീക്ഷ വയ്ക്കാം, ഇത് മുന്നോട്ട് പോകും എന്നുള്ളതിൽ പ്രതീക്ഷ വയ്ക്കാം എന്നാണ്. കാരണം മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നതിന് സ്റ്റാർ എനർജിയാണ്, ഇത് ഓക്കെ ആകും എന്നുള്ള ഒരു എനർജിയാണ് നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് തരുന്നത്. പക്ഷെ നിങ്ങൾക്കൊരു ഭയമുണ്ട്, ഈ വ്യക്തി തിരിച്ച് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു അവസ്ഥ, ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പഴയ അവസ്ഥ അനുഭവിക്കേണ്ടി വരുമോ എന്നുള്ളതായിരിക്കാം നിങ്ങൾ ഈ വ്യക്തി തിരികെ വരുന്ന സമയത്ത് നിങ്ങൾ നേരിടുന്നത്. എന്നാൽ ഇതിൽ ഒരു ഹോപ്പ് ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഹോപ്പ് ഉണ്ട്. അവർ തിരികെ വന്നാൽ ആ പഴയ അവസ്ഥയിൽ നിന്നൊക്കെ നിങ്ങൾ പഴയ അവസ്ഥയിൽ തന്നെ കഴിയില്ല, അതിൽ നല്ലൊരു മാറ്റം വരും. അതുപോലെ തന്നെ ആവില്ല, നല്ല ചേഞ്ച് വരും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ലൊരു ചേഞ്ചിലോട്ട് പോകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഒരുപാട് അവർ നഷ്ടപ്പെടുത്തിയതാണ് നിങ്ങളെ. അപ്പോൾ ഇവിടെ ഈ ഒരു കാർഡ്സ് പ്രകാരം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതൊന്നെങ്കിൽ തീർത്തും നോ കോണ്ടാക്റ്റ് ആയവരുടെ ഒരു റീഡിംഗ് ആണ് ഇതെടുക്കുന്നത് കേട്ടോ. തീർത്തും നോ കോണ്ടാക്റ്റ് ആയവർക്ക് പ്രതീക്ഷ ഉണ്ട്, ലൈഫിലൊരു സക്സസ് ഉണ്ട്, പ്രതീക്ഷ സക്സസ് എന്നാണ് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വ്യക്തി തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രതീക്ഷ വയ്ക്കാം എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് കേട്ടോ. നിങ്ങളുടെ കാര്യത്തിൽ പറയുന്നത് നിങ്ങൾക്ക് പ്രതീക്ഷ വയ്ക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് കുറച്ച് ക്ലോസ് നമുക്ക് എടുത്തു നോക്കാം. ഇത് ശരിക്കും ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവും എന്ന് അറിയാനായിട്ട്
ലെറ്റർ എസ് ആണ്. ഫെബ്രുവരി. ഡാൻസ് അറിയുന്നവരായിരിക്കാം നിങ്ങൾ. ലെറ്റർ ജി ജൂലൈ. ലെറ്റർ എൻ ആണ് ചിത്തിര. ജനുവരി. മെഡിക്കൽ ഫീൽഡിൽ ജോലിയുള്ളവരായിരിക്കാം, ലോയർ ആയിരിക്കാം. ഏപ്രിൽ മാസം ബ്ലൂ കളർ, ബ്ലാക്ക് കളർ, ക്യൂ എന്ന് കിട്ടിയിട്ടുണ്ട്. 46 ആണ്. അനിഴം. ലെറ്റർ വൈ ആണ്. പൂയം നക്ഷത്രം. യെല്ലോ കളർ. ഉത്രാടം. തിരുവാതിര. സോഷ്യൽ വർക്കർ ആയിരിക്കാം. എം ആണ്, ലെറ്റർ എം. വൈറ്റ് കളർ. കൊല്ലം. ലെറ്റർ എഫ്. 22. ഗൾഫ് രാജ്യം. ലെറ്റർ 5 ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്